15കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കോഴിക്കോട് സ്വദേശി കോയിപ്രം പോലീസിന്റെ പിടിയിൽ. കോഴിക്കോട് നരിക്കുനി മണ്ണാറച്ചാലിൽ വീട്ടിൽ സനോജാണ് പിടിയിലായത്. 15കാരിയെ മാതാപിതാക്കളുടെ അറിവോടെ വീട്ടിലെത്തിച്ച് ലൈംഗിക പീഡനത്തിനും അതിക്രമത്തിനും ഇരയാക്കിയ കേസിൽ കോഴിക്കോട് സ്വദേശിയെ കോയിപ്രം പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് നരിക്കുനി മണ്ണാറച്ചാലിൽ വീട്ടിൽ 41 വയസ്സുള്ള സനോജാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 27-ന് കുട്ടിയുടെ വീട്ടിലെത്തിയ ഇയാൾ വീട്ടിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയും കുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നു. കേസിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും 2-3 പ്രതികളാണ്. വിവരം പോലീസിനെ അറിയിക്കാതെ മറച്ചുവെച്ചതിന്റെ പേരിലാണ് ഇവരെ പ്രതികളാക്കിയത്. 1 വർഷം മുമ്പാണ് പെൺകുട്ടി ഫേസ്ബുക്ക് വഴി സനോജിനെ പരിചയപ്പെടുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ വാങ്ങി നൽകിയ പുതിയ ഫോണിലൂടെയായിരുന്നു സന്ദേശമയപ്പ്. വീഡിയോ കോൾ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. NCC ക്യാമ്പിൽ ജോലി ചെയ്യുകയാണെന്നാണ് കുട്ടികളുടെ മാതാപിതാക്കളോട് ഇയാൾ പറഞ്ഞിരുന്നത്. തുടർന്നാണ് ഇവരുടെ അറിവോടെ വീട്ടിലെത്തുകയും കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതും. ശിശുക്ഷേമ സമിതി വിവരമറിഞ്ഞതിനെ തുടർന്ന് അവർ ഇടപെടുകയും കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തു. തുടർന്ന് കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ പാർപ്പിച്ചു. ഈ മാസം 14 മുതൽ ഇവിടെ താമസിച്ചു വരികയാണ് കുട്ടി. 18-ന് വിവരമറിഞ്ഞ കോയിപ്രം പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു. വനിതാ SI IV ആശയാണ് വിശദമായ മൊഴി വൺ സ്റ്റോപ്പ് സെന്ററിലെത്തി രേഖപ്പെടുത്തിയത്. കുട്ടിയുടെ മൊഴി കോടതിയിലും രേഖപ്പെടുത്തി. പോലീസ് ഇൻസ്പെക്ടർ PM ലിബിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കുട്ടിയെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കി തെളിവുകൾ ശേഖരിച്ചു. പ്രതിക്ക് വേണ്ടി നടത്തിയ വ്യാപക അന്വേഷണത്തിൽ കോഴിക്കോട്ടെ വീടിന് സമീപത്തു നിന്നും പിടികൂടുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തി. പ്രതിയുടെ ഫോട്ടോ കുട്ടിയെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം ഉച്ചയോടെ അറസ്റ്റ് ചെയ്തു. CPOമാരായ റഷാദ്, അഖിലേഷ്, ടോജോ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 2-3 പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.